പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 179 വചനമാണ്. പ്രസ്തുത വചനം വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളതാണ്. ഖിസാസിൻ്റെ വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിലും യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല എന്ന് തുടങ്ങിയ ആയത്തിലൂടെ നമ്മൾ പഠിക്കുകയുണ്ടായത്. ഖിസാസുമായി ബന്ധപ്പെട്ട് പല മസ്അലകളും നമ്മൾ പഠിച്ചു. കുറേ വിഷയങ്ങൾ, വിധികൾ പഠിച്ചു. ചരിത്രങ്ങൾ പലത് കേട്ടു. അവസാനം നമ്മൾ പറഞ്ഞു വച്ചത് ഖിസാസ് അത് നടപ്പിലാക്കുവാൻ ഇസ്ലാമിക ഭരണവും ശിക്ഷാ കോടതിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലിരിക്കെ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്ന അവസ്ഥ, അതിൻ്റെ ആവശ്യകത, അനിവാര്യത, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയി. ഇമാം ഖബരി അവിടുത്തെ താരീഖിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി നിശ്ചയിക്കപ്പെട്ടതിൽ പിന്നെ ബൈത്തുൽ മാലിൻ്റെ ചുമതല അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ഖദാഇൻ്റെ ജഡ്ജ്മെൻറ്റ്, ന്യായവിധി, അതിൻ്റെ ചുമതല ഉമർ റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുത്തതിൻ്റെയും ഒരു വിഷയം പറയുന്നുണ്ട്. അതെന്താ? അബൂ ഉബൈദ ഉമറിനോട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഭരണ ചുമതല ഏറ്റെടുത്തപ്പോൾ, ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അബൂ ഉബൈദ അദ്ദേഹത്തോട് പറഞ്ഞു, അന അക്ഫീഖ് ബൈത്തുൽ മാൽ, ഞാൻ ബൈത്തുൽ മാലിൻ്റെ ചുമതലയും ഉത്തരവാദിത്വവും താങ്കൾക്കായി ഏൽക്കാം. അപ്പോൾ ഉമർ പറഞ്ഞു, അന അക്ഫീഖ് അൽ ഖദ, ഞാൻ ന്യായവിധി, ജഡ്ജ്മെൻറ്റ് ഏൽക്കാം. അങ്ങനെ തബരിയുടെ നിവേദനത്തിൽ ഫമക്കസ സന ലാ യഅ്തീഹി റജുലാനി എന്നാണ്. ഉമർ ന്യായപീഠത്തിൽ വിധി തീർപ്പിനായി 1 വർഷം ഇരുന്നു. 2 ആളുകൾ ഒരു കേസുമായി പോലും വന്നില്ല എന്നുള്ളതാണ്. ഇതേപോലെ മറ്റൊരു സംഭവം അൽ ഇസ്തിആബിൽ ഇബ്ൻ അബ്ദുൽ ബർ, അതേപോലെ ഇബ്ൻ അൽ അസീർ ഉസ്തുൽ ഖാബയിൽ, ഇബ്ൻ ഹജർ അൽ ഇസാബയിൽ നൽകുന്നുണ്ട്. സൽമാൻ ഇബ്നു റബിയ കൂഫയുടെ ഖദാ, ജഡ്ജ്മെൻ്റ് ഏറ്റെടുത്ത ഒരു വിഷയമാണ് കൊടുക്കുന്നത്. അബു വായിൽ ഷഖീഖ് ഇബ്നു സലമ പറയുകയാണ്, കൂഫയുടെ ജഡ്ജ്മെൻറ്റ് സൽമാൻ ഇബ്നു റബിയ എന്നിവർ ഏറ്റതിൽ പിന്നെ 40 ദിവസം ഞാൻ കോടതിയിലേക്ക്, സൽമാൻ്റെ അടുക്കലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ലാ അജിദു ഇൻദഹു ഫിഹാ ഖസ്മൻ, ആ 40 ദിവസവും ഒരു പ്രശ്നക്കാരൻ പോലും ഒരു പ്രശ്നം ഉന്നയിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കണ്ടിട്ടില്ല എന്നാണ് അബൂ വായിൽ പറയുന്നത്. ഞാനിത് ഉണർത്തിയത് ഇസ്ലാമിക രാഷ്ട്രമുണ്ടാകണം, ശിക്ഷാ കോടതിയും നീതിപീഠവും ഉണ്ടാകണം, ശിക്ഷാവിധികളെ നടപ്പിലാക്കാൻ അത് നമ്മൾ പറയുകയുണ്ടായി. ഇസ്ലാമിക ശിക്ഷാ കോടതി ന്യായവും നീതിയും വിധിച്ച് ഇവിടെ വിധി കൽപ്പിച്ചിരുന്ന നാളിൽ കുറ്റകൃത്യങ്ങൾ കുറവായിരുന്നു. തെറ്റുകുറ്റങ്ങൾ, അതിക്രമങ്ങൾ അത് പരിമിതമായിരുന്നു എന്നുള്ളത് ഉണർത്താൻ വേണ്ടിയാണ്. ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമങ്ങൾ, അതിൻ്റെ ആവശ്യകത, അനിവാര്യത, അതിനാൽ സംജാതമാകാനും സംഭവിക്കാനും പോകുന്നത് എന്ത് എന്നതൊക്കെ ഇത്തരം ചരിത്രങ്ങൾ നന്നേ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കിനി നമ്മുടെ വചനത്തിലേക്ക് വരാം. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖിസാസിൽ നിങ്ങൾക്കുണ്ട് ഹയാത്തുൻ, ജീവിതം. ഖിസാസ് പല വിഷയങ്ങളിൽ ഉണ്ട്. മനുഷ്യവധത്തിലും മനുഷ്യന് മുറിവേൽപ്പിക്കുന്നതിലും മറ്റു പലതിലും ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഖിസാസിലെ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം തൊട്ടു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ അൽ ഖിസാസ് ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിലുള്ള ഖിസാസാണ്. അതിവിടെ മുഖ്യമായും ഉദ്ദേശമാണ്. വലക്കും ഫിൽ ഖിസാസ്, നിങ്ങൾക്ക് അൽ ഖിസാസിലുണ്ട് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയയിൽ
തുല്യശിക്ഷ നൽകുന്നതിൽ ഹയാത്ത് ജീവിതം, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. കൊലക്ക് പകരം കൊല, ജീവന് പകരം ജീവൻ ആണ് എങ്കിൽ ജീവൻ പോകലാണ്, ജീവൻ ഉണ്ടാകലല്ല. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖിസാസ് പ്രയോഗവൽക്കരിക്കുമ്പോൾ, പ്രതിക്രിയയും തുല്യശിക്ഷയും നടപ്പിലാക്കുമ്പോൾ ലക്കും ഹയ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജീവിതമാണുള്ളത്. ഫിൽ ഖിസാസി ലക്കും ഹയ എന്നുള്ളതാണ്. ഫിൽ ഖിസാസ് എന്നുള്ളതിനെ പിന്തിപ്പിച്ച് ലക്കും എന്നുള്ളതിനെ ഇവിടെ മുന്തിപ്പിച്ചതാണ്. ഈ ഒരു ആയത്ത്, അതിൻ്റെ ഭാഗം കൈകാര്യം ചെയ്യുന്ന കുറേ വിഷയങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് യാ ഉലിൽ അൽബാബി ലഅല്ലകും തത്തഖൂൻ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭാഗവും ഇൻഷാ അല്ലാഹ് തുടർന്ന് മനസ്സിലാക്കാം. അതിലൊന്ന് ഈ വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ എന്നുള്ളത്, അതിന് തദീൽ എന്ന് പറയും, അനുബന്ധം പറയൽ എന്ന് പറഞ്ഞാൽ, തൊട്ടു മുമ്പത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല, പിന്നെ അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസാസിൻ്റെ വിഷയങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ അതിൽ കൊന്നവനുണ്ട്, കൊന്നവന് പകരം പ്രതിക്രിയക്ക് വിധേയമാക്കപ്പെട്ട് കൊല്ലപ്പെട്ടവൻ്റെ വിഷയമുണ്ട്, പിന്നെ കൊന്നവൻ്റെ ആളുകൾ ഈ കൊല കാരണത്താൽ വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുമുണ്ട്. അതിൽ പ്രയാസപ്പെട്ടവരുണ്ട്. പ്രതിക്രിയക്ക് വിധേയമായിട്ട് കൊല്ലപ്പെട്ടവൻ്റെ വിഷയത്തിൽ അവൻ്റെ ബന്ധുക്കളും അവൻ്റെ ആളുകളും അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ എന്ന് പറഞ്ഞ് ഇവിടെ ഇരുവിഭാഗക്കാരുടെയും കൽബുകളിൽ സമാധാനം അവതരിപ്പിക്കുകയാണ്, അവർക്ക് ആശ്വാസം പകരുകയാണ്. ഖിസാസിന് വിധേയനായി കൊല്ലപ്പെട്ടവൻ, അതേപോലെ അവൻ്റെ ആളുകൾ, അന്യായമായി കൊല ചെയ്യപ്പെട്ടവൻ, അവനും വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അനുബന്ധമായി പറയുന്നത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, ആരും വേദനിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, ഈ ഒരു ജീവനഷ്ടത്തിൽ പ്രയാസപ്പെടേണ്ടതില്ല, ഈ ഒരു പ്രതിക്രിയയിൽ തുല്യശിക്ഷയിൽ ഹയാത്താണുള്ളത്, ജീവിതമാണുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയാത്തുൻ എന്ന് പറഞ്ഞപ്പോൾ അൽ ഖിസാസ് എന്നുള്ളത്, ഈ ഖിസാസ് എന്ന് പറഞ്ഞാൽ ജീവന് പകരം ജീവൻ, കൊലയാളിയെ തിരിച്ചു കൊല്ലൽ, പ്രതിക്രിയക്ക് വിധേയമാക്കൽ, അതിവിടെ പ്രധാന ഉദ്ദേശമാണ്. ഇതര ഖിസാസും ഉദ്ദേശിക്കുന്നുവെങ്കിലും അൽ ഖിസാസ് എന്നാണ് പറഞ്ഞത്, അത് മാരിഫയാണ്. ഹയാത്തുൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അലിഫുലാമില്ല, അത് നെക്കിറയാണ്. ഇവിടെ ഈ ഒരു തൻവീനു തൻകീർ എന്ന് പറയും, അത് തഅളീമിനെയും തക്സീറിനെയും ദ്യോതിപ്പിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. എന്താണ് അതറിയിക്കുന്നത്? ഹയാത്തുൻ എന്ന് പറഞ്ഞാൽ മഹനീയ ജീവിതം, പലർക്കുമുള്ള ജീവിതം, അതാണ് ഖിസാസിൽ നിങ്ങൾക്കുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എങ്ങനെയാണ് ആ മഹനീയ ജീവിതം, എങ്ങനെയാണ് പലർക്കും ജീവിതം, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചില ചരിത്രങ്ങളെ ഉണർത്തിക്കൊണ്ട് തന്നെ വഴിയെ മനസ്സിലാക്കാം. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും സ്വാർത്ഥമായി കാണുന്നത് തൻ്റെ ജീവനാണ്. ജീവൻ ഹനിക്കപ്പെടുന്നതിനെ എല്ലാവരും ഭയക്കുന്നു. ദേഹത്യാഗം ആരും ഇഷ്ടപ്പെടാത്ത വിഷയമാണ്. മരണത്തെ വെറുക്കാത്തവരായി ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്ന് പറഞ്ഞില്ലേ, വല്ലാഹി ലനക്റഹുഹു, അല്ലാഹു ആണ് സത്യം, ഞങ്ങൾ മരണത്തെ വെറുക്കുന്നു എന്ന്. അത് പറഞ്ഞത് മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു, അല്ലാഹുവിനെ മരണത്തിലൂടെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നവരെ കണ്ടുമുട്ടാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അനിഷ്ടകരമായവരെ കണ്ടുമുട്ടാൻ അള്ളാഹ്ക്കും അനിഷ്ടമാണ് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു തആല അൻഹയും മറ്റും പറഞ്ഞതായി കാണാം. വലൈസ മിന്ന അഹദുൻ, ഞങ്ങളിൽ ആരുമില്ല, ഇല്ലാ വഹുവ യക്റഹുൽ മൗത്ത്, മരണത്തെ വെറുക്കാതെ, വയഫ്ദഉ ബിഹി, മരണം ജുഗുപ്സാവഹമായി പ്രയാസകരമായി കാണാതെ എന്നാണ്. ഞാൻ പറഞ്ഞത് എന്തിനാ? എല്ലാവരും
മരണത്തെ പേടിക്കുന്നു, വെറുക്കുന്നു, മരണത്തിൻ്റെ വിഷയത്തിൽ പ്രയാസപ്പെടുന്നു. മരണത്തോട് അനിഷ്ടമാണ് എല്ലാവർക്കും. കാരണം മരണത്തെ പേടിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു സംഭവം പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബ്ദു ഇബ്നു ഹുമൈദ് എന്നിവർ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ നിവേദനം ചെയ്യുന്ന ഒരു സഹിഹായ സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു എന്നാണ്, തഹദ്ദസു അൻ ബനി ഇസ്രായേൽ, ഇസ്രായേലിയരെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. ഫൈനഹു കാനത് ഫീഹിം അൽ ആജീബ്, ഇസ്രായേലിയരിൽ മഹാത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ചരിത്രമൊക്കെ പറയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട് അവിടെ കഥിച്ചു പറഞ്ഞു. അതെന്താ? ഇസ്രായേലിയരിൽ ഒരു വിഭാഗം ആളുകൾ ഒരു വഴിയെ പുറപ്പെട്ടു. അങ്ങനെ അവർ ഒരു ഖബർസ്ഥാനിലെത്തി. ഇസ്രായേലിയരുടെ ഒരു മക്ബറയിലെത്തി. ആ മക്ബറയിലേക്ക് എത്തിയപ്പോൾ ഇസ്രായേലിയർ പറഞ്ഞു, ലൗ സല്ലൈന റകഅതൈനി വദഅൗന അല്ലാഹ യുഖ്രിജ് ലനാ ബഅദൽ അംവാത്ത്, നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹു മരിച്ചവരിൽ ചിലരെ നമുക്ക് ഖബറിൽ നിന്ന് ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് തന്നേക്കും. അതുകൊണ്ട് നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാം, എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാം. ഇതാണ് ഇസ്രായേലിയർ ആ മക്ബറയിലെത്തിയപ്പോൾ പറഞ്ഞത്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്? യുഖ്ബിറുനാ അനിൽ മൗത്ത്, ആ മരിച്ചാണല്ലോ ഖബറിലെത്തിയത്, അയാൾ മരണത്തെക്കുറിച്ച്, താൻ അനുഭവിച്ച മരണത്തെക്കുറിച്ച് നമ്മളോട് പറയാൻ. അങ്ങനെ ആ ഇസ്രായേലിയർ 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫബൈനമാ ഹും കദാലിക്, ഈ ഇസ്രായേലിയർ ഇങ്ങനെ ഇരിക്കെ, ഇത് അത്ല റജുലു റഅ്സഹു മിൻ ഖബർ, ഒരു വ്യക്തി ഖബറിൽ നിന്ന് തൻ്റെ തല പുറത്തിട്ടു. ഖലാസിയുൻ ബൈന ഐനൈഹി അസറു സുജൂദ് എന്നാണ്. ആ തല പുറത്തിട്ട വ്യക്തി ഖലാസിയായിരുന്നു. ഖലാസി എന്ന് പറഞ്ഞാൽ തൊലിപ്പുറം കറുത്ത് കാണപ്പെടുന്ന വ്യക്തി. വാപ്പയോ ഉമ്മയോ രണ്ടിലൊരാൾ കറുത്ത തൊലിപ്പുറവും അപരൻ വെളുത്ത തൊലിപ്പുറവും ഉള്ള ആളായതിനാൽ അതിലുണ്ടാകുന്ന കുഞ്ഞ് തൊലിപ്പുറം കറുത്ത് കാണപ്പെടുന്നുവെങ്കിൽ അതാണ് ഖലാസി. ഈ ഖബറിൽ തല പുറത്തിട്ട ആൾ ഖലാസിയാണ്. ബൈന ഐനൈഹി അസറു സുജൂദ് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇരു കണ്ണുകൾക്കിടയിൽ സുജൂദ് ചെയ്തതിൻ്റെ അടയാളമുണ്ടായിരുന്നു എന്നാണ്. നിസ്കാരത്തായമ്പ് എനിക്ക് സുജൂദ് ചെയ്തതിൻ്റെ അടയാളം. എന്നിട്ട് ആ വ്യക്തി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പറയുന്നത്, യാ ഹാ ഉലാ ഇമാ അറത്തും ഇലൈ, ഇസ്രായേലിയരെ നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് ഉദ്ദേശിച്ചത്? എന്നിട്ട് ഫവല്ലാഹി ലഖദ് മിത്തു മുൻദു മിഅതി സന, അള്ളാഹു ആണ് സത്യം, ഞാൻ മരിച്ചിട്ട് 100 വർഷമായി. പക്ഷേ ഫമ സകനത് അന്നി ഹറാറത്തുൽ മൗത്ത് ഹത്താ കാനൽ ആൻ, ഇതുവരേക്കും ഞാൻ വരിച്ച മരണത്തിൻ്റെ ചൂട് എന്നെ തൊട്ട് ആറിയിട്ടില്ല. ഹത്താ കാനൽ ആൻ, ഞാൻ ഇപ്പോൾ മരിച്ച പോലെയാണ് ആ മരണത്തിൻ്റെ ചൂട് ഇപ്പോഴും നിലനിൽക്കുന്നത്. പറയുമ്പം മരിച്ചിട്ട് 100 കൊല്ലമായി. എന്നിട്ട് പിന്നെ അയാൾ പറഞ്ഞു എന്നാണ്, ഫദുല്ലാഹ യുഈദനി കമാ കുൻസ്, ഞാൻ ഉണ്ടായിരുന്നത് പോലെ മടങ്ങാൻ, അള്ളാഹു എന്നെ മടക്കാൻ നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യൂ എന്ന് അയാൾ പറയുകയുണ്ടായി എന്നാണ്. ഈ സംഭവം സഹിയാണ്. സിൽസിലത്തുൽ അഹാദീസ് സഹിഹയിൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ നൽകിയിട്ടുണ്ട്. ഇബ്നു ഹുമൈദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സംഭവമാണ്. ഞാൻ ഇതിവിടെ കൊണ്ടുവന്നത് മരണം എന്നുള്ളത് അറിയാനും ആ മരണത്തെ എന്തുകൊണ്ടാണ് എല്ലാവരും വെറുക്കുന്നത്, അതിനുകൊണ്ട് അനിഷ്ടം ഉള്ളതാകുന്നത് ഇത് മനസ്സിലാക്കാനാണ്. ഈ മരണമാണ് ആരിലൂടെ? ഖിസാസിലൂടെ വരുന്നത്. മരണപ്പേടി എല്ലാവർക്കും ഉണ്ട്, ജീവനപ്പേടി, മരണപ്പേടി. അതുകൊണ്ടാണ് മനുഷ്യൻ ജീവൻ നിലനിൽക്കാൻ ആർത്തി കാണിക്കുന്നത്. ഖിസാസിലൂടെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും തനിക്ക് സ്വാർത്ഥവും വേണ്ടതുമായ ജീവൻ പോവുകയാണ്. താൻ വെറുക്കുന്ന മരണം വരികയാണ്. ഇവിടെ വലക്കും ഫിൽ ഖിസാസ്, ഖിസാസ് നടപ്പിലാകുന്നതിലൂടെ, പ്രതിക്രിയ പുലരുന്നതിലൂടെ നിങ്ങൾക്കുണ്ട് ഹയാത്തുൻ, ജീവിതം, മഹനീയ ജീവിതം, വലിയ ജീവിതം എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഹയാത്തുൻ എന്നത് ജീവിതം, ജീവിതത്തിൻ്റെ നിലനിൽപ്പ്, ഇങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞവരുണ്ട്. വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമിഅ എന്ന് പറഞ്ഞേ. വമൻ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമിഅ. ഒരാളെ കൊന്നാൽ മുഴുവൻ ലോകരെയും കൊന്നതിന് തുല്യമെന്ന് പറഞ്ഞു. വമൻ അഹ്യാഹ, ഒരാളെ ജീവിപ്പിച്ചാൽ, ജീവിക്കാൻ
വിട്ടേച്ചാൽ ശേഷിപ്പിച്ചാൽ ഫകഅന്നമ അഹ്യന്നാസ് ജമിഅ, മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ വിട്ടതുപോലെ, ജീവിക്കാൻ ശേഷിപ്പിച്ചതുപോലെ എന്നാണല്ലോ അവിടെ ഉദ്ദേശം. അതേപോലെ ഇവിടെയും ഹയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ ശേഷിപ്പിക്കുക, ജീവിക്കുവാൻ സമ്മതിക്കുക എന്ന ആശയം ഉണർത്തിയിട്ടുണ്ട്. അതെങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്കത് ഇതിലതിൻ്റെ ഉദാഹരണങ്ങളും ചരിത്രങ്ങളൊക്കെ വിശദമായിട്ട് വരും. അതിലെ ഓരോ പ്രയോഗങ്ങളും നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ ഇതൊരു വലിയ ആപ്തവാക്യമാണ്. അറബികൾ പറയും ജവാമിഉൽ കലിം. ഇവിടെ ഫിൽ ഖിസാസി ഹയാത്തുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസാസിൽ ഹയാത്തുണ്ട് എന്നാണ് പറയുന്നത്. ഖിസാസ് ജീവദായകമാണ്. ഖിസാസിൽ ഒരു ജീവൻ എടുക്കപ്പെടുമ്പോൾ അത് ജീവദായകമാകുന്നത് അതിലൂടെ പല ജീവനുകൾ നിലനിൽക്കാൻ പാഠങ്ങളുണ്ട്, മാതൃകയുമുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഇത് ജവാമിഉൽ കലിമിൽപ്പെട്ട പ്രയോഗമാണ്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ കുറേ പ്രയോഗങ്ങളുണ്ട്. കുറഞ്ഞ പദങ്ങൾ, പക്ഷേ ആശയസമ്പന്നം, വലിയ പൊരുളുകളെ, യുക്തികളെ, വിഷയങ്ങളെ, വിധികളെ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുവാചകങ്ങൾ. അതാണ് ജവാമിഉൽ കലിം ഫിൽ ഖിസാസി ഹയ. പറയാനും എളുപ്പം, പദപ്രയോഗങ്ങൾ പരിമിതം, പക്ഷേ ആശയ അർത്ഥ സമ്പന്നം, സമ്പുഷ്ടം. പണ്ഡിതന്മാർ ഈ ഒരു ഭാഗം നന്നായി പരാമർശിച്ചിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കിയതിന് ശേഷം വിധികളും ചരിത്രങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് തുടർന്ന് പറയാം. എന്താണ് ഇവിടെ ഈ പ്രയോഗത്തിലുള്ള ജവാമിഉൽ കലിം? അറബികൾ പണ്ടുകാലം മുതലേ അറബി സാഹിത്യത്തിൽ പ്രയോഗിച്ചിരുന്നത് ഇപ്രകാരമാണ്: അൽ ഖത്ലു അൻഫാലിൽ ഖത്ൽ, അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ. വേറെയും ചില പ്രയോഗങ്ങളുണ്ട്. ഏതുപോലെ ഖത്ലുൽ ബഅദ് ഇഹ്യാഉ ലിൽ ജമീഅ, അക്ഫിറുൽ ഖത്ൽ ലിയഖില്ലൽ ഖത്ൽ. ഇവിടെ അൽ ഖത്ൽ വധിക്കലാണ്, അംഫാലിൽ ഖത്ൽ വധത്തെ ദൂരപ്പെടുത്തുന്നത്, നിരാകരിക്കുന്നത്, ഇല്ലായ്മ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു കൊല്ലൽ കൊലയെ ഇല്ലായ്മ ചെയ്യും, നിരാകരിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം. മറ്റ് രണ്ട് പ്രയോഗങ്ങൾ അക്ഫിറുൽ ഖത്ൽ, ഖത്ലിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക, ലിയഖില്ലൽ ഖത്ൽ, ഖത്ൽ കുറയാൻ വേണ്ടി, പ്രതിക്രിയ വർദ്ധിപ്പിക്കുക, കൊലപാതകങ്ങൾ കുറയുന്നതിന് വേണ്ടി. അതാണ് ഒരു പ്രയോഗം. മറ്റൊന്ന് ഖത്ലുൽ ബഅദ്, ചിലരെ കൊല്ലൽ, ഇഹ്യാഉ ലിൽ ജമീഅ, എല്ലാവർക്കും ജീവനേകലാണ്, എല്ലാവരുടെയും ജീവിതം നിലനിർത്തലാണ്. ചിലരെ കൊല്ലൽ എല്ലാവരുടെയും ജീവിതം നിലനിർത്തലാണ്, ജീവിതത്തിന് നിലനിൽപ്പാണ്. ഇത് അറബികൾ പ്രയോഗിച്ചിരുന്ന, പണ്ട് കാലം മുതലേ ഉപയോഗിച്ചിരുന്ന ഉപമകളും ഉദാഹരണങ്ങളാണ്. അൽ ഖത്ൽ അംഫാലിൽ ഖത്ൽ, അക്സിറുൽ ഖത്ൽ ലിയഖില്ലൽ ഖത്ൽ, ഖത്ലുൽ ബഅദ് ഇഹ്യാഉ ലിൽ ജമീഅ. ഈ മൂന്ന് പ്രയോഗങ്ങൾ സുവിദിതാണ്. പക്ഷേ ഇതിലേറ്റവും അറബികൾ പണ്ടേ വലിയ സാഹിത്യ ഭംഗിയിൽ ഉപയോഗിച്ചിരുന്നത്, കൊലപാതകത്തിൽ നിന്ന് ആളുകളെ വിലക്കാനും വിരക്തരാക്കാനും ഉപയോഗിച്ചിരുന്നത് ഈ പ്രയോഗമാണ്, അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖത്ൽ എന്നുള്ളത് പരാമർശിച്ചതേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫിൽ ഖിസാസി ഹയാത്തുൻ എന്നാണ്. ഫിൽ ഖിസാസി ഹയാത്ത്, ഖിസാസിൽ ഹയാത്തുണ്ട്, ഹയാത്താണുള്ളത്, ജീവിതം നിലനിർത്തലാണുള്ളത്. ഖിസാസ് ജീവദായകമാണ്, അതാണ് ഇതിൻ്റെ അർത്ഥം. അന്നാളുകളിലൊക്കെ വിശ്രുതമായ അൽ ഖത്ലുൽ അംഫാലിൽ ഖത്ൽ എന്നുള്ള ഈ പ്രയോഗത്തെ അറബികൾ വായിച്ചു. ഫിൽ ഖിസാസി ഹയാത്തുൻ എന്നുള്ളതും അറബികൾ വായിച്ചു. എന്നിട്ട് ഈ രണ്ട് പ്രയോഗങ്ങളിലുമുള്ള വ്യത്യാസങ്ങൾ, ഫിൽ ഖിസാസി ഹയാത്തിൻ എന്നുള്ളതിലുള്ള വ്യതിരക്തതകൾ, ഇതിനേക്കാൾ എന്തുകൊണ്ടും ഈ പ്രയോഗം മികച്ചതെന്നതിൻ്റെ തെളിവുകൾ പ്രാമാണികർ സുന്ദരമായി വിലയിരുത്തി.
മിഫ്താഹുൽ ഉലൂം എന്ന് പറഞ്ഞ് ഒരു മഹൽ രചനയുണ്ട്. ഹിജ്റയുടെ 626 മരണപ്പെട്ട അസ്സക്കാക്കി യൂസുഫ് ഇബ്നു അബീബക്കർ ഇബ്നു മുഹമ്മദ് അസ്സക്കാക്കി അൽ ഖവാറസ്മി, അറിയപ്പെട്ട ഹനഫി പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റേതാണ് മിഫ്താഹുൽ ഉലൂം എന്ന് പറയുന്നുള്ള രചന. അദ്ദേഹം പറയുന്നത് ഫിൽ ഖിസാസി ഹയാത്തുൻ എന്നുള്ളത് മിൻ ജവാമിഉൽ കലിം, ജവാമിഉൽ കലിമിൽപ്പെട്ടതാണ്. ആശയ അർത്ഥ സമ്പുഷ്ടികളേറെയുള്ള ഏതാനും അക്ഷരങ്ങൾ ക്രോഡീകരിച്ചുള്ള ഈ വാചകഘടന അത് ജവാമിഉൽ കലിമിൽപ്പെട്ടതാണ്. ഫാഖ മാകാന സായിറൻ മസ്റൽ മസൽ ഇൻദൽ അറബ്, അറബികളുടെ അടുക്കൽ ഉപമയായി നിലനിന്നിരുന്ന വചനമായിരുന്നു അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ. അതിനേക്കാളൊക്കെ ഈ പ്രയോഗം മികച്ചു നിന്നു എന്നാണ്. എന്നിട്ട് അതെങ്ങനെ എന്ന് അദ്ദേഹം മിഫ്താഹുൽ ഉലൂമിൽ വിശദീകരിക്കുന്നുണ്ട്. അൽ ഫഖ്റു റാസി തഫ്സീറിൽ ബയാനു തഫാവുത്ത് ബൈന നദ്മിൽ കരീം വബൈന കലാമിൽ അറബ്, അള്ളാഹുവിൻ്റെ അന്നദ്മുൽ കരീം ആദരണീയമായ ക്രോഡീകരണം അതിൻ്റെയും കലാമുൽ അറബ് അറബികളുടെ സംസാരത്തിൻ്റെയും ഇടയിലുള്ള തഫാവുത്ത് ഏറ്റക്കുറച്ചിൽ, വ്യത്യാസം, അത് വിശദീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തഫ്സീർ റാസിയിൽ 5 കാര്യങ്ങൾ അദ്ദേഹം ഈ 2 പ്രയോഗങ്ങൾക്കിടയിലുള്ള വ്യത്യാസമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. സയ്യിദുൽ അലൂസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ 2 പ്രയോഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം 13 വളരെ സുന്ദരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ സുന്ദരമായി അത് 13 കാര്യങ്ങൾ അദ്ദേഹം എണ്ണി. ഞാനിവിടെ സമയദൈർഘ്യം ഭയന്ന് ഫഖ്റുർ റാസിയെ ഉദ്ധരിക്കാം. അദ്ദേഹം പറയുന്നത് അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ എന്ന അറബികളുടെ ആപ്തവാക്യം പ്രയോഗം അതിനേക്കാൾ അശദ് ഇഖ്തിസാറൻ, വളരെ ചുരുക്കത്തിലുള്ള രൂപമാണ്, പ്രയോഗമാണ് ഫിൽ ഖിസാസി ഹയ എന്നുള്ളത്. കാരണം ഇതിലെ ഹർഫുകളേക്കാൾ അക്ഷരങ്ങളേക്കാൾ കുറവാണ്. വളരെ കുറഞ്ഞ ഹർഫുകളിലാണ് ഈ ഒരു പ്രയോഗം അള്ളാഹുവിൽ നിന്ന് വന്നത്. പിന്നെ അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ എന്നതിൽ ആവർത്തനമുണ്ട്. ആവർത്തനം പലപ്പോഴും വിരസാണ്. അൽ ഖത്ൽ ലിൽ ഖത്ൽ. എന്നാൽ ഫിൽ ഖിസാസി ഹയ എന്നതിൽ പദപ്രയോഗങ്ങളിൽ ആവർത്തനമല്ല. പിന്നെ ഈ പ്രയോഗത്തിലുള്ള അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ എന്നുള്ളതിൽ കൊലയെ നിരാകരിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം മറ്റൊരു കാര്യത്തിന് നിരാകരണമാവുക എന്നുള്ളത് അസംഭവ്യമല്ലേ. പ്രത്യക്ഷത്തിലുള്ള പ്രയോഗത്തിൻ്റെ ഒരു പോരായ്മയാണത്. എന്നാൽ ഫിൽ ഖിസാസി ഹയ എന്നുള്ളതിൽ ഖിസാസിൽ ഹയാത്താണ് ഉള്ളത്. ഖിസാസ് ജീവദായകമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഖത്ൽ എന്ന് പറയുമ്പോൾ അതൊരു വൈരുദ്ധ്യം ദ്യോതിപ്പിക്കും. പക്ഷേ ഫിൽ ഖിസാസി ഹയാത്ത് എന്ന് പറയുമ്പോൾ ഖിസാസ് ഖത്ൽ കൂടി ഉൾപ്പെടുന്നതാണ്. പക്ഷേ അതിൽ ഖത്ലല്ല ഹയാത്താണുള്ളത് എന്ന് പറയുമ്പോൾ ആ പ്രയോഗം എത്ര സുന്ദരം, പ്രതീക്ഷാവഹം. തീർന്നില്ല. ഖത്ൽ മാത്രമാണുള്ളത്. അൽ ഖത്ൽ അംഫാലിൽ ഖത്ൽ എന്ന് പറയുമ്പോൾ മനുഷ്യവധത്തെ നിരാകരിക്കുമില്ലായ്മ ചെയ്യുമെന്നാണ്. മനുഷ്യവധത്തിൽ പരിമിതപ്പെട്ടു. പ്രശ്നം മനുഷ്യവധമല്ലാത്ത അതിക്രമങ്ങളുമുണ്ട്. ശരീരാവയവങ്ങളോട്, തലയോട്, മുഖത്തോട്, അവയവങ്ങളുടെ ഉപയോഗത്തോടൊക്കെ അതിക്രമമുണ്ട്. അതിവിടെ വരുന്നില്ല. അൽ ഖത്ൽ എന്ന് പറയുമ്പോൾ വധം മാത്രമാണ് വന്നത്. എന്നാൽ ഫിൽ ഖിസാസി ഹയ എന്ന് പറയുമ്പോൾ ഖിസാസിൽ ഹയാത്തുണ്ട്. ഖിസാസ് മനുഷ്യവധാകട്ടെ, അല്ലെങ്കിൽ മുറിവുകളുമായി പൊട്ടുകളുമായി ബന്ധപ്പെട്ടതാകട്ടെ, ഉപയോഗക്ഷമത കെടുത്തലാകട്ടെ, ഇനി ഖിസാസ് വേറെയുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് വരും, അതിൻ്റെ ഉദാഹരണങ്ങൾ വരും. അതൊക്കെയും ഉൾപ്പെട്ടു ആ ഫിൽ ഖിസാസ് എന്നുള്ള പ്രയോഗം നടത്തുമ്പോൾ. ആശയം വിപുലമാണ്, വിശാലമാണ്, വിവിധങ്ങളാണ്. അൽ ഖത്ൽ എന്ന് പറയുമ്പോൾ അതിൽ തീർന്നു, പരിമിതപ്പെട്ടു. പിന്നെ അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ എന്ന് പറയുമ്പോൾ കൊല നടത്തുന്നതിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവിടെ അൽ ഖത്ൽ എന്നുള്ളത് ന്യായമായ കൊലയും അന്യായമായ കൊലയും ഒക്കെ ഉദ്ദേശിക്കപ്പെടാം. അൽ ഖത്ൽ എന്നാണ് പറഞ്ഞത്. ന്യായത്തിനാകട്ടെ അന്യായത്തിനാകട്ടെ അംഫാലിൽ ഖത്ൽ എന്നൊരാൾക്ക് വായിക്കാൻ മനസ്സിലാക്കാം. അപ്പോൾ പ്രത്യക്ഷത്തിൽ അതൊരു ബാത്തിലായ നിരർത്ഥകമായ പ്രയോഗമായിട്ടാണ്
അങ്ങനെയാണെങ്കിൽ വരിക. ആ ഒരു വൈരുദ്ധ്യം, വിരോധാഭാസം ഫിൽ ഖിസാസി ഹയാത്തുൻ എന്നതിൽ മണക്കുന്നേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അൽ അലൂസി തഫ്സീറിൽ ഒന്നുകൂടി സൂക്ഷ്മമായിട്ടാണ് വായിച്ചത്. നമ്മളിപ്പോൾ 5 കാര്യങ്ങളാണ് റാസിയെ ഉദ്ധരിച്ച് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അൽ അലൂസി തഫ്സീറിൽ സൂക്ഷ്മമായനെയാണ്. അദ്ദേഹം പറഞ്ഞത് ഫിൽ ഖിസാസി ഹയാത്തുൻ എന്നതിൽ 10 ഹർഫുകളാണുള്ളത്. 10 ഹർഫുകൾ. അതിനാലാണ് ആ ഒരു പ്രയോഗം. എന്നാൽ ഇവിടെ അൽ ഖത്ൽ അംഫാലിൽ ഖത്ൽ എന്നതിൽ 14 അക്ഷരങ്ങളാണ്. പിന്നെ ഫിൽ ഖിസാസി ഹയാത്തുൻ എന്നതിൽ ഖിസാസ് ജീവദായകമാണ്, ജീവിതമാണ്, ജീവിതത്തെ നിലനിർത്തലാണ് എന്ന ആശയം നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ സുന്ദരമായ ആശയം. എന്നാൽ അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ എന്നുള്ളത് സൂക്ഷ്മമല്ല. എന്തുകൊണ്ട്? അന്യായമായ ഖത്ലാണ് എങ്കിൽ, അൽ ഖത്ലു ദുൽമൻ, അന്യായമായ ഖത്ലാണ് എങ്കിൽ അത് അൻഫാലിൽ ഖത്ലല്ല. പിന്നെയോ അത് അദ്ആലിൽ ഖത്ൽ, മറ്റൊരു കൊലപാതകങ്ങളെ ക്ഷണിച്ചു വരുത്തലാണ്. അന്യായമായിട്ടുള്ള കൊലയാണ് എങ്കിൽ അത് അൻഫാലിൽ ഖത്ലല്ല, കൊലയെ നിരാകരിക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന കാര്യമല്ല. പിന്നെയോ അത് കൊലക്കുറ്റങ്ങളെ പെരുക്കുന്ന കാര്യമാണ്, ക്ഷണിച്ചു വരുത്തുന്ന കാര്യമാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ പ്രയോഗത്തിനൊത്ത് വരുന്നേ ഇല്ല അറബികളുടെ നിലനിന്നിരുന്ന ഈ പ്രയോഗം എന്നുള്ളതാണ്. പിന്നെ ഹയാത്തുൻ എന്നതിൽ ഈ തൻവീൻ, അതേപോലെ ഹയാത്തുൻ, തൻവീൻ, തൻകീർ, പിന്നെ അതിൻ്റെ ആ നക്കിറ പ്രയോഗം, അത് തഅലീമിനെ അതേപോലെ തക്സീറിനെ അറിയിക്കുന്ന തൻവീനാണ്. ഹയാത്തുൻ എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്തലാണ്, മഹത്തായ ഒരു ജീവിതത്തെ സമ്മാനിക്കലാണ്. വ്യക്തിക്ക്, സമൂഹത്തിൽ കൊല ചെയ്യാൻ ഉദ്ദേശിക്കുന്നവന്, കൊല ചെയ്യപ്പെടാൻ പോകുന്നവൻ്റെ ജീവിതം, അതൊക്കെയും ഖിസാസ് അതിലൂടെ എന്ന് പറയുമ്പോൾ ആ ഒരു ഹയാത്തുൻ എന്നതിൻ്റെ ആ ഒരു പ്രയോഗത്തിൻ്റെ ഒരു മഹത്വം. പണ്ട് കാലങ്ങളിലാണ് എങ്കിൽ ഒരാളെ കൊന്നാൽ പലർ കൊല്ലപ്പെടുന്ന അവസ്ഥയാണ്. അടിമ കൊല്ലപ്പെട്ടാൽ കൊന്നവൻ്റെ കുടുംബത്തെ, കുലത്തെ, സയ്യിദാണ് എങ്കിൽ സയ്യിദാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ അടിമയുടെ സയ്യിദിനെ, പലരെയും, ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പം അവരുടെയൊക്കെ ജീവിതം, അതിൻ്റെ നിലനിൽപ്പ് ഖിസാസ് ഇവിടെ പ്രതിക്രിയയായി, തുല്യശിക്ഷയായി നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വായിക്കാവുന്ന ഒരു പ്രയോഗമാണ് ചെറുപ്രയോഗം. പക്ഷെ അതിവിടെ വരുന്നേ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ അന്യായത്തിലുള്ള കൊലയാണ് എങ്കിൽ അത് കൊലയെ ഇല്ലായ്മയല്ല ചെയ്യുക, പിന്നെ കൊലയെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുക. കൊലപാതകങ്ങളുടെ ഘോഷയാത്ര അതായിരിക്കും ജാഹിലിയത്തിൻ്റെ സ്വഭാവങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാവുക. പിന്നെ ഫിൽ ഖിസാസി ഹയ എന്നതിൽ ജീവിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം, മരിക്കുക എന്നുള്ളതല്ല. ഏതൊരാളും തനിക്ക് സ്വാർത്ഥമായി കാണുന്നതും ജീവിതമാണ്. അതാണ് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത്, ഫിൽ ഖിസാസി ഹയാത്തുൻ. എന്നാൽ ഇവിടെ അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ എന്ന് പറയുമ്പോൾ, കൊലയെ ഇല്ലായ്മ ചെയ്യാനെന്ന് പറയുമ്പോൾ കൊല മാത്രമാണ് ഇവിടെ വിഷയം. ഒരു ജീവിതത്തിൻ്റെ വിഷയം ഈ പ്രയോഗത്തിൽ നേരിട്ട് വരുന്നേ ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ഇത് ഈ രീതിയിലൊരു താരതമ്യത്തിന് പല പണ്ഡിതന്മാരും വിധേയമാക്കിയിട്ടുണ്ട്. അത് തഫ്സീർ റാസിയിലും അൽ അലൂസിയുടെ റൂഹുൽ മാനിയിലും മാത്രമല്ല, ഞാൻ നേരത്തെ സക്കാക്കിയെ ഉദ്ധരിച്ചല്ലോ, അതേപോലെ പല പണ്ഡിതന്മാരും ഈ ഒരു സാധർമ്മ്യം ഈ 2 പ്രയോഗങ്ങൾക്കിടയിൽ നടത്തി വലിയ ആശയങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. ഞാനതിവിടെ കൊണ്ടുവന്നത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതിൽ ഫിൽ ഖിസാസി ഹയാത്തുൻ എന്നുള്ളതൊരു പ്രയോഗമാണ്. വളരെ വിസ്തൃതവും മഹനീയവുമായ ആശയങ്ങളെ സമ്മാനിക്കുന്ന പ്രയോഗം. ഈ പ്രയോഗം അള്ളാഹു അവൻ്റെ വചനമായി അവതരിപ്പിക്കുന്ന നാളിലും അതിനിപ്പുറവും അപ്പുറവുമൊക്കെ നിലനിന്നിരുന്ന പ്രയോഗം അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ എന്നാണ്. പക്ഷേ പ്രയോഗത്തിലെ ആവർത്തനം, നീണ്ട പ്രയോഗം, ആശയങ്ങൾ പ്രയോഗത്തിൽ നിന്ന് വിരുദ്ധമായതും അതേപോലെ ന്യൂനമായതുമായ ആശയങ്ങൾ, ഇങ്ങനെയൊക്കെ പലത് ഈ പ്രയോഗത്തിൽ നിരൂപിക്കപ്പെട്ടിട്ടുണ്ട്. പ്രയോഗം വിമർശന വിധേയവുമായിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രയോഗം, അതിൻ്റെ ഒരു മഹനീയത, നമ്മൾ വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ എന്നതിനർത്ഥവും ഏതാനും വിഷയങ്ങളുമാണ് ഇവിടെ ഉദ്ധരിച്ചത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൽ ചില കാര്യങ്ങൾ ഇനിയും
വായിക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.